അസാധാരണമായ ദൃശ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ വോട്ടിംഗ് ശതമാനത്തെ എത്ര കണ്ട് വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ വോട്ടിംഗ് സാവധാനമായതാണ്, അതിൻ്റെ വേഗത കുറഞ്ഞതാണ് ഇങ്ങനെ വൈകുന്നതിന് കാരണമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ വോട്ടിങ്ങിനായി ആളുകൾ കൂടുതൽ പേർ വോട്ടിങ്ങിനെത്തി അങ്ങനെയുള്ള ഒരു തിരക്കായി നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നില്ല. ഏകദേശം 3-4 മണിക്കൂറുകളൊക്കെയായി ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പ്രധാനമായും ഈ ഓപ്പൺ വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ളതൊരു കാരണമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വോട്ടിംഗ് പ്രോസസ്സ് ഒരാൾക്ക് വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള സമയവും മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണോ? എന്താണ് ഇത്ര വൈകുന്നതിൻ്റെ കാരണം? ഇത് 1500 ചില്ലാനം വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. ഒരു മെഷീൻ ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാലും, ഒരു വോട്ടിന് ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാലും 25 മണിക്കൂറോളം വേണം. രാവിലെയൊക്കെ 2 മിനിറ്റും കാലങ്ങളിലൊക്കെ ഇങ്ങനെ വൈകുന്നുണ്ടോ? 2 ബൂത്ത് ഉണ്ടായിരുന്നു. മുൻകാലം 5 മണി 6 മണിൻ്റെ ഉള്ളിൽ ഡിവൈഡ് ചെയ്തതിലുള്ള പ്രശ്നം കൂടിയുണ്ട്. വോട്ടർമാരും കൂടുതലാണ്, ഒരു സിംഗിൾ ബൂത്തുമാണ് ഉണ്ടായിരുന്നത്. ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. രാവിലെ തന്നെ ഞങ്ങൾ 11 മണി വരെ 4 മണിക്കൂർ 200 വോട്ട് മാത്രമേ ഇവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. ഓപ്പൺ വോട്ട് കൂടുതലായി ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സമയം 5 മണി തൊട്ടിട്ട് സമയം നിൽക്കുന്നു? ഇങ്ങനെ ഇപ്പോൾ സമയം എത്രയായി നോക്കിയിട്ടില്ല. 8:30 5 മണി തൊട്ടിട്ട് എത്ര നിന്നാലും വോട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ. കോട്ടപ്പള്ളി എത്ര സമയം? 5 മണിക്കൂർ. ക്ഷീണമുണ്ടോ? ചൂടും എന്തായാലും വോട്ട് ചെയ്യാന്നുള്ളതാണ്. എത്ര പ്രയാസപ്പെട്ടാലും വോട്ട് ചെയ്യാന്നുള്ളതാണ്. സേതു, ആളുകൾ ഈ പല രീതിയിലാണ് ആളുകൾ. അതുപോലെ തന്നെ ഈ വടകര നമ്മൾ പറയുമ്പോഴേ ഒരു 1207 പോളിംഗ് ബൂത്ത് ഉണ്ട്. അതിൽ 100-ലധികവും പ്രശ്നബാധിത ബൂത്തുകളുമാണ്. അപ്പൊ ഈ പോളിംഗ് നീണ്ടു പോകുന്നത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ വഴിവെക്കുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആശങ്കയുണ്ടോ? അവിടെ എനിക്ക് തോന്നുന്നു സേതു, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുകയില്ല. ആളുകൾ വോട്ടിങ്ങിന് വൈകുന്നുണ്ട്, ആളുകൾ നീണ്ട ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആളുകൾ വളരെ സമാധാനത്തോടു കൂടി വളരെ സരസമായാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലുഡോ കളിക്കുകയാണോ? അതെ അതെ. വോട്ടിംഗ് വൈകുന്ന സമയത്ത് ആ സമയം നിങ്ങൾ എൻജോയ് ചെയ്യാം. അതാണ് നമ്മൾ. അതെ അതെ, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാത്തു നിൽക്കാമല്ലോ. അതെ അതെ. സേതു, ഈ കാഴ്ചകളൊക്കെ വളരെ നമുക്ക് രസകരമാണ്, ഈ അപൂർവമാണ്. കാരണം ഈ പോളിംഗ് ബൂത്തിൽ വളരെ ഗൗരവത്തോടെ വോട്ട് ചെയ്യാൻ വരുന്ന സാഹചര്യം ഇപ്പോൾ മണിക്കൂറുകൾ കാത്തു നിന്നു. അതിന്റെ വിരസത ഒഴിവാക്കാൻ ആളുകൾ ലുഡോ കളിച്ച് സമയം ചെലവഴിക്കുന്ന സാഹചര്യം ആ രീതിയിൽ എന്ത് കളിച്ചാണെങ്കിലും ശരി, എത്ര മണിക്കൂർ നിന്നാണെങ്കിലും വോട്ട് ചെയ്തേ മടങ്ങൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു കാര്യം കൂടി, ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 73% വടകര. കഴിഞ്ഞ തവണ അത് 83%. അതായത് 10% ഡിഫറൻസ് ഉണ്ട്. അത് ഹ്യൂജ് മാർജിൻ ആണ്. ഇപ്പം കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. എന്നാലും ഏത് ബെൽറ്റിൽ, ഏത് മേഖലയിലാണ് പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞത്? ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ കണക്കുകൾ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ വാണിമേൽ, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഈ പോളിംഗ് വൈകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വോട്ടിംഗ് പ്രോസസ്സ് അത് വളരെ സാവധാനമാണ് നടന്നത് എന്നുള്ളതാണ് ഇങ്ങനെ വൈകാനുണ്ടായ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 10-200 ആളുകൾ ഇനിയും ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. ഏകദേശം 10 മണി 11 മണി വരെ ഒരുപക്ഷെ പോളിംഗ് നീളും. ഇതിൻ്റെ എല്ലാം കണക്കുകൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ശതമാനം കൃത്യത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ 85% എന്നതിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇനി വോട്ടുകൾ നിരവധി പോൾ ചെയ്യാനുണ്ട് വടകര മണ്ഡലത്തിൽ എന്നുള്ള ഒരു വസ്തുതയാണ്. ഷാഫി പറമ്പിൽ ഒരു പ്രതികരണം വരുന്നു. കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി ബൂത്ത് സന്ദർശിക്കുന്നതിനിടെ CPM പ്രവർത്തകർ തന്നെ തടയാൻ ശ്രമിച്ചു. കൂത്തുപറമ്പിൽ വെച്ച് വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. കാലും കൈയും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി. വടകരയിൽ LDF തോൽവി ഉറപ്പിച്ചുവെന്നും ഷാഫി. ഒരു പ്രതികരണം നമുക്ക് അല്പസമയത്തിനുള്ളിൽ ലഭ്യമാക്കാം. നോക്കൂ ഷാഹിദ്, വലിയ രീതിയിലുള്ള കേരളം മുഴുവൻ ഇത്തവണ ശ്രദ്ധ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അപ്പം വടകരയിൽ ആ പോളിംഗ് പെർസെന്റേജ് കുറയുന്നത് ആരെ ബാധിക്കും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. തീർച്ചയായും വളരെ സെൻസിറ്റീവായി വളരെ പല കാര്യങ്ങളും വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടൊരു മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നതാണ് തുടക്കം മുതൽ തന്നെ. കെ ശൈലജയും ഷാഫി പറമ്പിലും മത്സരാർത്ഥികളായി വന്ന സമയം മുതൽ തന്നെ വടകര ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഏറ്റവും ഒടുവിൽ അവസാനം കലാശക്കൊട്ടിൻ്റെ ദിവസം വരെ ആ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞു വന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീറും വാശിയുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് വോട്ടിങ്ങിൽ എത്രത്തോളം അത് പ്രതിഫലിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇനിയും വ്യക്തമായ കണക്കുകൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഷാഫി ഈ വിഷയത്തിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകളിൽ എനിക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ നേരത്തെ ഒരു നാദാപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില
അസ്വാരസ്യങ്ങൾ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്നു. അത് പോലീസ് ഇടപെട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നരിപ്പറ്റയിലാണ് CPM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ടോക്കൺ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് മണ്ഡലത്തിൽ ഈ രീതിയിൽ അസ്വാരസ്യം ഈ ഇരു മുന്നണി പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റ് അക്രമ സംഭവങ്ങളിലേക്കോ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു ആശ്വാസമാണ്. ഈ രീതിയിൽ ആളുകൾ രാത്രി സമയത്തും ഈ സമയത്തും കൂടി നിൽക്കുമ്പോഴും നൂറുകണക്കിന് പ്രവർത്തകർ വിവിധ പാർട്ടി പ്രവർത്തകർ ഇവിടെ നിൽക്കുമ്പോഴും വളരെ ശാന്തതയോടുകൂടി പരസ്പരം സഹകരണത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും വോട്ടിംഗ് പുരോഗമിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും വളരെ ചടുലമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടൊരു മണ്ഡലം തന്നെയാണ് വടകര. അതിൻ്റെ ഒരു എല്ലാവിധ പോരും വീറും വാശിയും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഴുവൻ പേരുടെയും വോട്ടിംഗ് പൂർത്തിയായാൽ മാത്രമേ ഈ ശതമാനക്കണക്കിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ടോ അതിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് വെച്ച് മാത്രമേ നമുക്ക് എന്തുകൊണ്ട് വടകരയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതിന് ഇനിയും നമുക്ക് സമയം കാത്തിരിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു 10 മണി 11 മണി വരെ എങ്കിലും ഈ വോട്ടിംഗ് പല ബൂത്തുകളിലും നീളുമെന്നാണ്. കാര്യങ്ങളുടെ പോക്ക്